കേരള എല്ലാ ആൾക്കാർക്കും നമുക്ക് പ്രാർത്ഥನೆ பண்ணுவல்ல ബ്രാഹ്മി கார்த்திக் நல்லாயிட்டு அவர் எல்லாருக்கும் அப்பா புலமந்தோல் ஹாஸ்பிட்டல் டாக்டர்ஸுக்கு എല്ലാവർക്കും ഞാൻ നന്ദി പண்றேன். ഫ്രണ്ട്സേ ബുള്ളറ്റുമാനുമാണ്, മാൽപ്പയിലാണ് കേട്ടോ. മാൽപ്പേൻ്റെ വൈഫാണ്. വീട്ടിൽ മാൽപ്പയല്ല, എല്ലാവർക്കും അറിയാം. ജൂലൈ 16 ഒരു വർഷം തികയാണ്. 11ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട, കേരളത്തിൽ നമ്മുടെ സഹോദരൻ നഷ്ടപ്പെട്ട ആ ഒരു ദിവസം. മാൽപ്പേൻ്റെ കുട്ടികളെ എല്ലാവരും ചോദിച്ചിരുന്നു. കേരളത്തിലേക്ക് വരാനും മാൽപ്പയും കുടുംബത്തെയും ആ ഒരു സംഭവം മുഖേന അറിയാനും സാധിച്ചതും ആ മക്കളെക്കുറിച്ച് അറിയാൻ സാധിച്ചതും ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ ഒരു വർഷം തികയുമ്പോൾ ഇത് വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ചേച്ചിയാണ് കൂടെ ഉള്ളത്, മക്കളൊക്കെ അകത്തുണ്ട്. കാർത്തികൻ്റെയും അതുപോലെ തന്നെ അഭിരാമിയുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ കാണാം. നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ മക്കളെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് അവളുടെ ഒരു കുടുംബം. ഏതായാലും പഴയ എല്ലാവരും ഇപ്പൊ മുമ്പ് കിടന്ന് ഇപ്പൊ എണീറ്റ് നടക്കൂല്ലോ അല്ലേ, പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. രാമി ഇപ്പൊ അവിടെ ഇരിക്ക്. ആ ഇതെന്താ നോക്ക്, വേണ്ട വാങ്ങൂല. നമ്മളിപ്പോ മാൽപ്പന്റെ വീട്ടിലാണുള്ളത് കേട്ടോ. മക്കളിത് രണ്ടാളുണ്ട്. നമ്മള് മനാഫിനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കേട്ടോ. കാരണം ഈ മക്കളെ ഏറ്റെടുത്തിട്ട് 24 ഇവരൊക്കെ സംസാരിച്ച് അവിടെ ചികിത്സ കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു രീതിയിൽ അല്ലേ, ഒരുപാട് അല്ലേ, എന്താ പറയാനുള്ള ഈ ഒരു നിമിഷത്തില്? ഇപ്പൊ ബ്രാഹ്മി நல்லா இருக்கு, நம்ம முகத்துல ஃபுல் ஹாப்பியா இருக்கு, மால்பையும் ஹாப்பியா இருக்கு, ஈஸ்வர் மல்பேனும் ஹாப்பியா இருக்கு. இப்ப நம்ம அம்மா அதுனா ബ്രാഹ്മി അമ്മ അത് നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്, കുടുംബത്തിലെ എല്ലാവരും ഹാപ്പിയായി ഇരിക്കും.